പ്രധാന വാർത്തകളിലേക്ക്. ഒളിവിൽ പോയ കൊടും കാട്ടുകള്ളൻ കടമുട്ടയെയും സഹായി കള്ളവാറ്റുകാരൻ കശുമാങ്ങയെയും കണ്ടുപിടിക്കാൻ പോലീസ് കാട്ടിൽ ഊർജിതമായി തെരച്ചിൽ ആരംഭിച്ചു. പോലീസിനെ വില്ലുകുലച്ചു ഭയപ്പെടുത്തിയാണ് ഇരുവരും കാട്ടിലേക്ക് രക്ഷപ്പെട്ടത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കാടമുട്ട. ഇരുവരും ചേർന്ന് ഇഞ്ചി പോലീസിനെ മാരകമായി ആക്രമിച്ചു. ഇഞ്ചി പോലീസ് ആശുപത്രിയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു. ഇഞ്ചി സാർ, പറയൂ, എന്താണുണ്ടായത്? അവന്മാരെന്നെ ശരിക്കും പഞ്ഞിക്കിട്ടു. കണ്ടില്ലേ, ഇനി ഒരു സ്ഥലം ബാക്കിയില്ല. എന്റെ എല്ലാം ഇഞ്ചി ചതക്കും പോലെ ചതച്ചു കളഞ്ഞു. ഈ വീഡിയോ കാണുന്നവർ തന്നെ എനിക്കിട്ട് 2 എണ്ണം കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആഗ്രഹം പോലെ നടന്നില്ലേ മക്കളെ? സമാധാനമായില്ലേ നിങ്ങൾക്ക്? എടാ കശു, ഈ തക്കാളി പെണ്ണ് എന്തൊക്കെയാ ഈ ന്യൂസിൽ വിളിച്ചു പറയുന്നത്? സത്യമാണോ ഇതൊക്കെ? നീ ഇഞ്ചി പോലീസിന് എന്തിനാ തല്ലാൻ പോയത്? ഇതിപ്പോ മൊത്തം സീനായല്ലോ. കാടമുട്ടയണ്ണ, ഈ തക്കാളി പെണ്ണ് കള്ളത്തരം അടിച്ചു വിടുന്നത്. അവരെ ഞാൻ കണ്ണ് കെട്ടി മരത്തിൽ കെട്ടിയിട്ടുന്നത് നേരാ. പക്ഷെ അത് ഞാൻ എങ്ങോട്ടാ ഓടുന്നതെന്ന് അവർ കാണാതിരിക്കാനാ. എടാ, ഞാൻ പല കള്ളക്കടത്ത് കേസിലും അകത്തായിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഒരുപാട് നാൾ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. ഇതിപ്പോ വകുപ്പ് വേറെയാ. പിന്നെ പോലീസിന്റെ നല്ല ഇടിയും കിട്ടും. അണ്ണ, ഞാൻ ഇഞ്ചി പോലീസിനെ തല്ലിയിട്ടില്ല. എന്നെ വിശ്വസിക്കണ്ട. ഒന്നില്ലെങ്കിൽ ഇത് അയാളുടെ അടവാണ്. ആ ചാനലിലെ തക്കാളി പെണ്ണും കൂട്ടുണ്ടാവും. ഏയ്, തക്കാളി പെണ്ണ് അത്രക്കാരിയല്ല. എനിക്കറിയാം അവളെ. തക്കാളി പെണ്ണിലുള്ള ലൈക്കോപ്പിൻ ഹൃദയരോഗ സാധ്യത കുറക്കാൻ സഹായിക്കും. പിന്നെ അവളിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകളുണ്ട്. അത് ക്യാൻസറിൽ നിന്ന് സംരക്ഷണം നൽകും. പിന്നെ ചർമ്മത്തിലെ ചുളിവുകൾ കുറച്ചു ചർമ്മം സൂപ്പറാക്കും. പിന്നെ വിറ്റാമിൻ എ ഉള്ളതുകൊണ്ട് കാഴ്ചയ്ക്ക് ബെസ്റ്റാ. തക്കാളി പെണ്ണിൽ ധാരാളം ഫൈബർ ഉണ്ട്. ദഹനം നന്നായി മെച്ചപ്പെടുത്തും. പിന്നെ പൊട്ടാസ്യം ഉള്ളതുകൊണ്ട് BP കുറയ്ക്കും. ശരീരഭാരം കുറയ്ക്കാനും അവൾ നല്ലതാണ്. എന്നാലും അണ്ണ, ഇഞ്ചി പോലീസിനെ ആരായിരിക്കും പണിതത്? എന്നോടാണോ നീ അത് ചോദിക്കുന്നത്? എന്തായാലും അടുത്ത എപ്പിസോഡിൽ പറയും. അതുവരെ വെയിറ്റ് ചെയ്യാം.